ഒരു മെഴ്സിഡീസ് ബെൻസിന്റെ കീ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓടിക്കാനാവോ? നിങ്ങൾക്ക് വരും, ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ഇതിന്റെ കീ. ലോക്ക്, അൺലോക്ക്, അതേപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ആണുള്ളത്. നമ്മൾ ബൂട്ട് ഓപ്പണിന്റെ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൂട്ട് അവിടെ ഓപ്പൺ ആവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവുന്നതാണ്. സോ അത് ക്ലോസ് ആയിട്ടുണ്ട്. സോ ഈ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് കീല് സെന്റർ വരുന്നില്ല. നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് കയറാം. സോ ഡോറിന്റെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണാം, അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇനി കീന്റെ ആവശ്യമില്ല, കീ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റിയറിംഗിന് താഴെയായിട്ട് പുഷ് ബട്ടൺ കാണാം. ബ്രേക്ക് പ്രസ് ചെയ്യാം, പുഷ് ബട്ടൺ പ്രസ് ചെയ്യാം. കാർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ ഗിയർ മാറ്റാൻ പോകും. പക്ഷേ ഇവിടെ ഗിയർ ഇല്ല. ഗിയർ ലിവർ ഇവിടെ അല്ല, ഇത് ഗിയർ അല്ല, ഇത് ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഇവിടെയാണ് ഇതിന്റെ ഗിയർ ലിവർ വരുന്നത്. നിങ്ങൾക്ക് റിവേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് പ്രസ് ചെയ്യാം, അപ്പ് ചെയ്യാം. സോ റിവേഴ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സ്ക്രീനിൽ 360 ഡിഗ്രി ക്യാമറ കാണാം. അതേപോലെ തന്നെ ഇനി ഡ്രൈവ് ആണെങ്കിൽ താഴോട്ട് പ്രസ് ചെയ്യാം, ഡ്രൈവിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നിർത്താനാണെങ്കിൽ ജസ്റ്റ് ഇവിടെ സൈഡിലായിട്ട് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്യാം, പാർക്കിലേക്ക് പോകും. സോ ഇതിന്റെ പാർക്ക് ബ്രേക്ക് വരുന്നത് ഇവിടെയാണ്. നിങ്ങൾ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഡിസെൻഗേജ് ആവും. അതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിംഗ് എൻഗേജ് ആവും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു ബട്ടൺ കാണാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാറിന്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സ്പോർട്ടോ, സ്പോർട്ട് പ്ലസ്, കംഫർട്ടോ, എക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഓടിക്കാം. ഇതിന് നേരെ താഴെയായിട്ട് ഈ കാണുന്ന ബട്ടൺസ് ഒക്കെ AC കൺട്രോൾസ് ആണ്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് കൺട്രോൾസ് കാണാം. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് വൈപ്പർ കൺട്രോൾസ് കാണാം. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഗിയർ ലിവർ കാണാം. മെഴ്സിഡീസ് ബെൻസ് ഓടിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ആരും ഇനി കയറിയിട്ട് നേരെ ഇവിടേക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പോകണ്ട. ഇവിടെ എല്ലാ ഇതിന്റെ ഗിയർ ഇവിടെയാണ്. ഇനി ഇത് ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ